ഈ മല കിടക്കണ കാണുമ്പം ഓർക്കും റംബുട്ടാനാണെന്ന്. പക്ഷെ അല്ല, കേരളത്തിലെ ഒരു പുതിയൊരു വെറൈറ്റി പഴം ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് കൃഷിക്കാരെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. എന്നാൽ പേരെന്ന് പരിചയപ്പെടുത്തിക്കുക. ഇത് എവിടെയാണ് സ്ഥലം? ഇത് ഐറ്റ് ഏതാണ്? ഇത് ഡുക്കോങ് എന്ന് പറയും ഫ്രൂട്ട്. അപ്പോൾ ഫസ്റ്റ് ഹാർവസ്റ്റിംഗ് നടത്തിയ കേട്ടാ. ഒരു കൊലയിൽ തന്നെ ഒരു 10-20 ഉണ്ട്. ഇതിന്റെ യഥാർത്ഥ പേരെന്ന് പറയുമ്പോഴത്തേക്ക് ഡുക്കോങ് എന്നാണ്. ഇത് ഫുള്ളി അങ്ങ് പഴമായിട്ട് വരുന്നുള്ളൂ. ഇന്നിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് ഹാർവസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇത് എവിടത്താണ്? ഇത് മലേഷ്യക്കാർ ഡെവലപ്പ് ചെയ്തതാണ്. ഒരു ഡുക്കും ലോങ്കോങ് എന്ന് പറഞ്ഞ രണ്ട് ഫ്രൂട്ട് നമ്മൾ ഹൈബ്രിഡൈസ് ചെയ്തെടുത്ത് ഡെവലപ്പ് ചെയ്തതാണ്. അത് നമ്മളിത് പ്രധാനമായിട്ട് എവിടെ നിന്ന് മേടിച്ച നട്ടാണ്? ഇപ്പം നമ്മൾ തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവരിപ്പിച്ചതാണ്. ശരിക്കും ഡയറക്റ്റ് കൊണ്ടുവരിച്ച് നട്ടതാണ്. അപ്പോൾ ഇവിടെ എത്ര ഫ്രൂട്ട് ഉണ്ട് മൊത്തം? നമുക്ക് ചെടി ഏകദേശം ഒരു 130-150 ഇടയ്ക്ക് ചെടികളുണ്ട്. ഫുള്ള് വിളവിലേക്ക് വന്നിട്ടില്ല എങ്കിലും നമുക്ക് വേണ്ടി ഇപ്പോൾ ഒന്ന് സാമ്പിള് തന്നിരിക്കുകയാണ്. അപ്പോൾ നോക്കാം. ഇത് ഫുള്ള് പഴുപ്പായാ? ഫുള്ള് പഴുപ്പായില്ല, ഫുള്ള് പഴുപ്പാവുന്നേ ഉള്ളൂ. ആണല്ലേ? ഇതിപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാവും? ഇനി ഒരു 10-15 ദിവസം എടുക്കും ഇത് ഫുള്ള്. എവിടെയാണ് പ്രധാനമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ വർഷം കുറച്ച് പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഓരോ കിലോ വെച്ച് അയച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ ക്വാണ്ടിറ്റി അയച്ചു കൊടുക്കില്ല, കുറേ പേർക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഈ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന് ഡെവലപ്പ് എടുക്കണമല്ല, അത് കൊമേഴ്ഷ്യലായിട്ട് കൃഷി ആവുന്ന ഐറ്റാണ്. ആളുകൾക്ക് ഈ ഫ്രൂട്ട് കഴിച്ചു നോക്കുന്നതാണല്ലോ നമ്മൾ പറയുന്നത്. അതാണ് അതിൻ്റെ ടേസ്റ്റ് ഒക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനും ആദ്യമേ ടേസ്റ്റ് ചെയ്യട്ടെ. ഇപ്പം തന്നെ അത്യാവശ്യം മധുരത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ടേസ്റ്റേ മറ്റേ ഒരു വലിയ ടൈപ്പ് മുന്തിരി, ഇപ്പം ബോൾ ടൈപ്പ് വന്നില്ല, അതിൻ്റെ ഒരു ഫ്ലഷിൻ്റെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കുരു കഴിക്കാവാ? കുരു കഴിക്കത്തില്ല, കുരു നമ്മൾ തുപ്പിക്കളയുക ചെയ്യുന്നത്. പതിയെ സോഫ്റ്റ് ആയിട്ട് ഒരു വാട്ടറി ഫ്രൂട്ടാണ്. നമ്മൾ സോഫ്റ്റ് ആയിട്ട് കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ്, ഒരു ഫ്ലഷി ഫ്രൂട്ട് അല്ല ശരിക്കും. എല്ലാം മധുരത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം കേരളത്തിൽ വരും ദിവസങ്ങളിലൊക്കെ അല്ലേ വിപണി കൈയടക്കാൻ പറ്റുമോ? വിപണി കൈയെടുക്കാൻ പറ്റും. നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഐറ്റാണ്. ഇത് മലേഷ്യ, തായ്ലൻഡിലൊക്കെ കൃഷി ചെയ്യുന്ന ഐറ്റാണ്. പിന്നെ ആളുകൾ അത് എൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കട്ടെ എന്ന രീതിയിൽ നമ്മൾ ഈ വർഷം കുറച്ച് പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഓരോ കിലോ വീതം അയച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ ക്വാണ്ടിറ്റി അയക്കത്തില്ല. അപ്പോൾ ആളുകൾക്ക് ഇത് ടേസ്റ്റ് ചെയ്യാമല്ലോ, ഫ്രൂട്ട് ടേസ്റ്റ് ചെയ്യാമല്ലോ. ഇതിപ്പം എത്ര വർഷമായ പ്ലാന്റ് ആണിത്? ഇത് ഏകദേശം ഒരു 5 വർഷം കഴിഞ്ഞ പ്ലാന്റ് ആണ്. നമ്മൾക്ക് വന്ന കിട്ടിയ ചെടി അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഒരു 4 വർഷം കൊണ്ട് കായ്ച്ച്, നമ്മളുടെ ചെടികൾ ഒരു 3 വർഷം കൊണ്ട് കായ്ക്കും. ഒരു 5 വർഷം എടുക്കും ഫുൾ നല്ലൊരു ഈൽഡിലോട്ട് വരാനായിട്ട്. കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഏരിയകളുണ്ടോ? ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ടും കൃഷി ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർ ഒന്നും ഈ കൃഷിയിലോട്ട് വന്നിട്ടില്ല. ഗ്രാജുവലി അവർ ഇത് കഴിച്ചു നോക്കി കഴിയുമ്പോൾ അവർക്കും ഇത് വരാനുള്ളൊരു അവസരവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് അയച്ചു കൊടുക്കാൻ. ആദ്യകാലങ്ങളൊക്കെ റംബുട്ടാനും ഇങ്ങനെയായിരുന്നു അല്ലേ? എത്ര പേർക്ക് സാമ്പിൾ കൊടുത്തിട്ടാണ് അതൊന്ന് ഡെവലപ്പ് വന്നത്. ഇപ്പം കേരളത്തിന് പുറത്ത് റംബുട്ടാൻ ഇതേവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്തവരും ഈ ഫ്രൂട്ട് കണ്ടിട്ടില്ലാത്തവരും ഇഷ്ടംപോലെ. അപ്പൊ അന്ന് പരിചയപ്പെട്ട് വരുമ്പോൾ കേരളത്തിലെ ക്ലൈമറ്റിൽ വിജയിക്കുമെന്ന് ഉറപ്പായി. അല്ല, ഇത് കേരളത്തിലെ ക്ലൈമറ്റ് സൂട്ടബിൾ ആയിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ ഇടുക്കി, വയനാട് ക്ലൈമറ്റിൽ നമുക്ക് ഇത് ഇറക്കാൻ പറ്റും. ബാക്കി എല്ലാ സ്ഥലത്തും ബാക്കി ജില്ലകളിൽ ഇത് വർക്ക് എല്ലായിടത്തും പറ്റും എന്നുള്ളതാണ് ഇത് ആദ്യകാല അഭിപ്രായം പറഞ്ഞ കേട്ടാ. അപ്പം ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-ാം വർഷം തൊട്ട് കായ്ച്ചു തുടങ്ങും. 5 വർഷം എടുക്കും നല്ലൊരു ഈൽഡിലോട്ട് വരാനായിട്ട്. ഒരു 8 വർഷമാകുമ്പോഴത്തേക്കും നല്ല ഈൽഡിലോട്ട് എത്തും. പിന്നെ നമുക്ക് അടുപ്പിച്ച് കൃഷി ചെയ്യാൻ ഒത്തിരി ഏരിയ, സർഫസ് ഏരിയ വളരെ കുറവാണ്. അടുപ്പിച്ച് കൃഷി ചെയ്യാവുന്നൊരു ഐറ്റാണ്. പിന്നെ ഫസ്റ്റ് ഇയർ ഷെയ്ഡ് കൊടുക്കണം. വെള്ളം ഇല്ലെങ്കിൽ ഈ കൃഷി ചെയ്യരുത്. വെള്ളം മസ്റ്റാണ്. ചെറിയ തോതിലാണെങ്കിലും എല്ലാ ദിവസവും വെള്ളം കിട്ടണം. വളപ്രയോഗങ്ങളൊക്കെ വെള്ളം നമ്മൾ മെയിനായിട്ട് ചാണകം റെക്കമെൻഡബിൾ അല്ല. ചാണകമായിട്ട് ഇച്ചിരി വേരുപുഴുവിൻ്റെ ശല്യങ്ങൾ കാണുന്നുണ്ട്. ആട്ടിൻകാട്ടം ആണ് ഉപയോഗിക്കാവുന്നത്. പിന്നെ നമ്മളൊരു ഇമ്പോർട്ടഡ് വളം, ഒരു ബ്ലോക്ക് ഓൺ മാതിരിയുള്ള വളമാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. പരിചരണം എനിക്ക് തോന്നുന്നു റംബുട്ടാനേക്കാളും വളരെ കുറവാണ്. ആദ്യം ഇനീഷ്യലി ഒന്ന് ഷേപ്പ് ആവാനായിട്ട് നമ്മളൊന്ന് പ്രൂൺ ചെയ്യണം. പിന്നെ ഒരു നെറ്റ് ഇട്ടാൽ മതി മെയിനായിട്ടുള്ളത്. നെറ്റ് ഇട്ടില്ലെങ്കിൽ പച്ചരിക്കുടിക്കും വവ്വാലിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ്. അവരുടെ അറ്റാക്കുകളുണ്ടാവും. ഇത് ഡുക്കോങ് ഏകദേശം ഒരു പകുതിയായ ഡുക്കോങ് ആണ് ശരിക്കും. നമ്മൾ പൂ വന്ന ഒരു കായ്ക്ക് പകുതിയായ ഡുക്കോങ് ആണ്. ഇതിങ്ങനെ മഞ്ഞ കളർ വന്ന ശേഷം പിന്നെ ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് ഇത് ഫുൾ പഴമായിട്ട് വരത്തുള്ളൂ. ഇതിപ്പം ഇടയ്ക്കൊക്കെ അത് പഴുത്തതല്ല ശരിക്കും. അത് മഞ്ഞ കളർ വന്ന ശേഷം ഒരു 1.5 മാസം കഴിഞ്ഞ് അത് നമുക്ക് പാകമായിട്ട് കഴിക്കാറാവണമെങ്കിൽ. ഇത് വിളവെടുക്കുന്ന സമയത്തൊക്കെ എല്ലാം ഒരുമിച്ച് എടുക്കാൻ പറ്റുമോ? ഒരുമിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇത് പല ട്രിപ്പ് പൂത്ത് പോയതുകൊണ്ട് പല ട്രിപ്പായിട്ട് എടുക്കാൻ പറ്റും. അതല്ല, ഈ കൊല ഫുൾ എടുക്കാൻ പറ്റും. ഒരു കൊല ഒന്നിച്ചെടുക്കാൻ പറ്റും. ഒരു കൊല ഒരു 10-300 ഗ്രാം ഉണ്ടാവുക. 300 ഗ്രാം. അത് ഒരു 250 ഗ്രാം പോലെ 400 ഗ്രാം വരെ പോകാം. അത് കൊലയുടെ സൈസ് അനുസരിച്ചിരിക്കും. ചില മരത്തിന് ഇതുകൊണ്ട് നല്ല വലിപ്പമുള്ള കൊലയുണ്ട്. ഇതിപ്പോൾ ടോട്ടൽ ഹാർവസ്റ്റ് ചെയ്യണമെങ്കിലേ എത്ര കിലോ വരെ വരും? ഇതിപ്പോൾ 80 കിലോ വരെ വരും. ഇത് മൊത്തം ഈ മരം നമ്മൾ മുകളിൽ എല്ലായിടത്തും മുകളിലൊക്കെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. നല്ല കാടായല്ല? നല്ല കാടായി. പക്ഷെ നമുക്കിപ്പോൾ തൽക്കാലം ഇത് പാമ്പൊക്കെ കിടന്ന് അറിയാലോ. വലയുള്ളതുകൊണ്ട് കാടിൻ്റെ അത്രയും ശല്യങ്ങൾ ഉടക്കി കിടക്കും. ഇത് കൂടുതൽ ഈൽഡൊന്നുമില്ല ഇതിന്. ഇത് കൂടുതൽ ഈൽഡുണ്ട്. ഇതൊരു 70 കിലോ 80 കിലോ അടുക്കുണ്ട്. ഇത് നമ്മൾ ഫുള്ള് കളറായ ശേഷമേ നമുക്ക് അതിൻ്റെ ഈൽഡ് മനസ്സിലാവത്തുള്ളൂ. ഇത് വീടിന് വാദിക്കാണെങ്കിൽ ഒരു അലങ്കാരമായിരിക്കും. ഇതിപ്പോൾ എത്ര കിലോ ഉണ്ടാവും സാറേ? ഏകദേശം ഒരു 100 കിലോ. 100 കിലോ ഉണ്ടാവും അല്ലേ?
ഇതിപ്പോൾ നമ്മൾ വില നിശ്ചയിച്ചാ? അല്ല, മാർക്കറ്റിൽ ഇത് അത്യാവശ്യം നല്ല വിലയ്ക്ക് പൊക്കോളും. ഇതിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, നമ്മൾ പലർക്കും സാമ്പിൾ കൊടുത്തിട്ട് നല്ല ഏറ്റവും ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഞാനൊരു വില പറയട്ടെ, ഒരു നമുക്ക് 200 രൂപ കിട്ടുമോ? 200 രൂപ നിലവിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇടാനോ അല്ലെങ്കിൽ പന്നയും ചെയ്യാം, അങ്ങനെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇത് അല്ലി ആയിട്ടാണല്ലേ? അല്ലി ആയിട്ടാണ് വരുന്നത്. ഇതിന്റെ ഫാമിലിപ്പെട്ട വേറൊരു ചെടി കൂടി ഉണ്ടായിരുന്നു, ലാങ്സാറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിന്റെ തൊലി പൊളിക്കുമ്പോൾ പക്ഷേ കറ വരും. ഇതിന് അങ്ങനെ കറയുടെ ഇഷ്യൂസ് ഇല്ല. 1 2 3 4 5 അല്ലിയാണ് കേട്ടോ. അപ്പോൾ ഒരു അല്ലി എടുത്ത് ആ ഫ്രൂട്ട് മൊത്തത്തിൽ നമുക്ക് ഒന്നിച്ച് കഴിക്കാവുന്ന. ശരിക്കും ഇത് പ്രൂണിങ് ഒക്കെ എങ്ങനെയാണ് സാറേ? പ്രൂണിങ് നമ്മളതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ കൊലകൾ നിൽക്കാൻ വേണ്ടിയിട്ട് സ്പേസിംഗ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ എടുത്ത് കളയണം. പുറം നമ്മൾ മാക്സിമം വിരിഞ്ഞ് കിട്ടണം. അതിൻ്റെ സർഫസ് ഏരിയ കൂടുക, നേരെ കമ്പിൽ തടിയിലാണ് അത് കായ്ക്കുന്നത്. അപ്പോൾ ആ തടികളുടെ എണ്ണം കൂടുക, എന്നാൽ കൊലകൾ തമ്മിൽ തിങ്ങുകയും ചെയ്യരുത്. എല്ലാ പ്ലാന്റും ഒരേ ടൈമിൽ കായ്ക്കുന്നുണ്ടോ ഇവിടുത്തെ? എല്ലാ പ്ലാന്റും ഒരേ സമയം കായ്ക്കുന്നുണ്ട്. ചെറിയൊരു വാട്ടർ സ്ട്രെസ് വേണം ഇത് പൂ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പൂക്കുന്ന സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം 2 വർഷമായ ചെടിയാണ് ഇത്. നമ്മളിങ്ങനെ റേസ്ഡ് ബെഡായിട്ട് പൊക്കിയാണ് നടുന്നത്. ഒരു വർഷത്തിൽ ഒരു തവണ മാത്രമേ ഇത് കായ്ക്കത്തുള്ളൂ. ഈ ഒരു മഴക്കാലത്താണ് ഇത് കൂടുതലും പഴമായിട്ട് വരുന്നത്. അതായത് ജൂൺ ജൂലൈ അല്ലേ? ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ പോകാറുണ്ട്. ഈ 4 മാസങ്ങളിൽ ഇതിന്റെ ഫ്രൂട്ട് വരുന്നത്. അപ്പോൾ ഒരു ഓണം ആഘോഷിക്കാൻ പറ്റിയ ഒരു പഴം എന്ന് പറയാൻ പറ്റുമോ? അതെ, റംബൂട്ടാന്റെ ഒപ്പം തന്നെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട്. അതായത് റംബൂട്ടാന്റെ സീസൺ കേരളത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ഫ്രൂട്ട് നമുക്ക് ഏകദേശം സെയിം സമയത്ത് തന്നെ വരുന്നത്. ഈ പ്രദേശത്തെ സംബന്ധിച്ചോളം ഒരു പരീക്ഷണം നടത്തുന്ന ഏരിയയാണ്. ഈ റംബൂട്ടാനും ഒക്കെ എത്ര വർഷം മുമ്പാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തത്? 13 വർഷം മുന്നേ. 13 വർഷം മുമ്പേ ചിന്തിച്ചു തുടങ്ങി ലാഭകരമായിട്ട് ചെയ്യുന്ന സൂപ്പർ തോട്ടാണ്. അപ്പോൾ പുതിയ പരീക്ഷണങ്ങൾ ഇനിയും നടക്കട്ടെ. എല്ലാവിധ ആശംസകളും. ഡെവലപ്പ് ചെയ്ത് പുതിയ വെറൈറ്റി ഇറക്കുക. താങ്ക് യു.